ഭൂഖണ്ഡത്തിലെ പരമ്പരാഗത സുരക്ഷാ സമവാക്യങ്ങളെയും നാറ്റോ സഖ്യത്തിന്റെ ആഭ്യന്തര ഐക്യത്തെയും പൂർണ്ണമായും ഉലയ്ക്കുന്ന തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ സൈനിക പ്രഖ്യാപനം അന്താരാഷ്ട്ര തലത്തിൽ വൻ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. പോളണ്ടിലേക്ക് 5000-ഓളം അധിക അമേരിക്കൻ സൈനികരെ അടിയന്തരമായി വിന്യസിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം വാഷിംഗ്ടണിലും യൂറോപ്യൻ തലസ്ഥാനങ്ങളിലും ഒരേപോലെ രാഷ്ട്രീയ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു കഴിഞ്ഞു. ജർമ്മനിയുമായി നിലനിൽക്കുന്ന നയതന്ത്ര തർക്കങ്ങൾക്കിടയിൽ പുറത്തുവന്ന ഈ തീരുമാനം കേവലം ഒരു സൈനിക വിന്യാസത്തിനപ്പുറം ആഗോള ഭൗമരാഷ്ട്രീയത്തിൽ വലിയൊരു ചേരിതിരിവിനാണ് വഴിയൊരുക്കുന്നത്. പെന്റഗണിനെ പോലും ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ടാണ് വൈറ്റ് ഹൗസിൽ നിന്ന് ഈ പെട്ടെന്നുള്ള പ്രഖ്യാപനം ഉണ്ടായതെന്നത് ശ്രദ്ധേയമാണ്. 4000-ഓളം വരുന്ന US സൈനികരുടെ പതിവ് റൊട്ടേഷൻ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ പെന്റഗൺ ആലോചിക്കുന്നതിനിടയിലാണ് അതിനെയെല്ലാം മറികടന്നുകൊണ്ട് 5000 അധിക സൈനികരെ പോളണ്ടിലേക്ക് അയക്കുമെന്ന് ട്രംപ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സൈനിക മന്ത്രാലയത്തിന്റെ ആസൂത്രണങ്ങളെ പോലും അട്ടിമറിച്ചുകൊണ്ട് പ്രസിഡന്റ് നേരിട്ട് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിലെ ആഭ്യന്തര ഏകോപനമില്ലായ്മയാണ് കാണിക്കുന്നത്. ജർമ്മനിയിൽ നിന്ന് തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കാനുള്ള ട്രംപിന്റെ വിവാദപരമായ തീരുമാനത്തിന്റെ തൊട്ടു പിന്നാലെയാണ് പോളണ്ടിലേക്കുള്ള ഈ പുതിയ സൈനിക ഒഴുക്ക് എന്നത് നയതന്ത്ര ലോകം അതീവ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഇറാൻ വിഷയത്തിലും നാറ്റോയുടെ ഫണ്ടിംഗ് കാര്യങ്ങളിലും അമേരിക്കൻ നയങ്ങളെ ജർമ്മനി പരസ്യമായി തള്ളിപ്പറഞ്ഞതിലുള്ള ട്രംപിന്റെ പ്രതികാര നടപടിയായാണ് ബെർലിനിൽ നിന്നുള്ള സൈനിക പിന്മാറ്റത്തെ വിലയിരുത്തുന്നത്. ജർമ്മനിക്ക് ശിക്ഷയും തങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പോളണ്ടിന് സമ്മാനവും നൽകുക എന്ന ട്രംപിന്റെ തന്ത്രപരമായ ശൈലിയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഈ സൈനിക വിന്യാസത്തെ പോളണ്ടിന്റെ ആഭ്യന്തര രാഷ്ട്രീയവുമായി പരസ്യമായി ബന്ധിപ്പിക്കാൻ ട്രംപ് തയ്യാറായതാണ് നയതന്ത്ര വിദഗ്ധരെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചിരിക്കുന്നത്. തന്റെ മാഗാ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തോട് പൂർണ്ണമായും ചേർന്ന് നിൽക്കുന്ന പോളിഷ് പ്രസിഡന്റ് കരോൾ നാവ്റോക്കിക്ക് താൻ നൽകുന്ന വലിയൊരു രാഷ്ട്രീയ പിന്തുണയായാണ് ട്രംപ് ഈ സൈനിക സഹായത്തെ ചിത്രീകരിച്ചത്. നാവ്റോക്കിയെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് ട്രംപ് നടത്തിയ പ്രസ്താവനകൾ ഒരു പരമാധികാര രാജ്യത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും തിരഞ്ഞെടുപ്പ് സമവാക്യങ്ങളിലും അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ടിടപെടുന്നതിന് തുല്യമാണെന്ന ആക്ഷേപം ശക്തമായിട്ടുണ്ട്. ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന 5000 സൈനികർ അമേരിക്കയിൽ നിന്ന് പുതുതായി എത്തുന്നവരാണോ അതോ ജർമ്മനിയിൽ നിന്ന് പിൻവലിക്കുന്ന സൈന്യത്തിലെ പോളണ്ടിലേക്ക് വഴിതിരിച്ചു വിടുകയാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. നാറ്റോ സഖ്യത്തിനുള്ളിലെ തന്ത്രപരമായ ഒരു പുനഃക്രമീകരണത്തിന്റെ ഭാഗമാണിതെന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ അവകാശപ്പെടുന്നത്. എന്നാൽ കൃത്യമായ നയരൂപീകരണം ഇല്ലാതെ നടത്തുന്ന ഇത്തരം അവിചാരിത നീക്കങ്ങൾ നാറ്റോയുടെ പ്രതിരോധ ശേഷിയെ ദീർഘകാലാടിസ്ഥാനത്തിൽ ദോഷകരമായി ബാധിക്കുമെന്ന് പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യൂറോപ്പിന്റെ കിഴക്കൻ അതിർത്തികളിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം ശക്തമാക്കുന്നത് വരും ദിവസങ്ങളിൽ വലിയ സുരക്ഷാ വെല്ലുവിളികൾ ഉയർത്തും. യൂറോപ്യൻ സുരക്ഷാ മേഖലയിൽ വലിയൊരു പുനർവിചിന്തനത്തിന് ഈ നീക്കം കാരണമായിട്ടുണ്ട്. പരമ്പരാഗതമായി പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളുമായി പുലർത്തിയിരുന്ന പ്രതിരോധ സഖ്യങ്ങളിൽ നിന്ന് മാറി കിഴക്കൻ യൂറോപ്പിലെ തീവ്ര ദേശീയവാദ സ്വഭാവമുള്ള ഭരണകൂടങ്ങളിലേക്ക് അമേരിക്ക കൂടുതൽ അടുക്കുന്നത് നാറ്റോയുടെ ഘടനയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. മിഡിൽ ഈസ്റ്റിൽ ഇറാനുമായി കടുത്ത യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ യൂറോപ്പിൽ മറ്റൊരു സൈനിക അസ്വസ്ഥത ഉണ്ടാകുന്നത് വാഷിംഗ്ടണിന് ഒട്ടും ഗുണകരമാവില്ലെന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരേ സമയം ഒന്നിലധികം ആഗോള പ്രതിസന്ധികളിൽ അമേരിക്കൻ സൈന്യത്തെ കെണിയിൽപ്പെടുത്താൻ മാത്രമേ ട്രംപിന്റെ ഇത്തരം അവിവേകപൂർണമായ തീരുമാനങ്ങൾ ഉപകരിക്കൂ. ഇറാൻ യുദ്ധത്തിന്റെ സാമ്പത്തികവും സൈനികവുമായ ബാധ്യതകൾക്കിടയിൽ യൂറോപ്പിലെ സൈനിക വിന്യാസങ്ങൾക്കായി കോടിക്കണക്കിന് ഡോളർ അധികമായി ചിലവഴിക്കുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കടുത്ത ഭാരമാകും. ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിനെതിരെ മോസ്കോയിൽ നിന്ന് കടുത്ത പ്രതികരണങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കിഴക്കൻ യൂറോപ്പിൽ പടിഞ്ഞാറൻ ശക്തികൾ നടത്തുന്ന സൈനികവൽക്കരണവും ആയുധശേഖരവും തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയാണെന്ന് റഷ്യ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. പോളണ്ടിലെ ഈ പുതിയ സൈനിക വിന്യാസം മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുമെന്നും ഇതിന് തക്കതായ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ പടിഞ്ഞാറൻ സഖ്യം നേരിടേണ്ടി വരുമെന്നും ക്രെംലിൻ വക്താക്കൾ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു.
ഈ നീക്കം നാറ്റോ സഖ്യത്തിനുള്ളിലെ ആഭ്യന്തര ഭിന്നതകളെ കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ്. ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ പ്രമുഖ യൂറോപ്യൻ ശക്തികൾ ട്രംപിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങളിൽ കടുത്ത അതൃപ്തിയിലാണ്. നാറ്റോയിലെ മറ്റ് അംഗരാജ്യങ്ങളുമായി യാതൊരുവിധ കൂടിയാലോചനകളും നടത്താതെ സ്വന്തം താൽപര്യങ്ങൾക്കനുസരിച്ച് US സൈന്യത്തെ ചില്ലിക്കാശ് പോലെ മാറ്റിക്കളിക്കുന്നത് സഖ്യത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണെന്ന് അവർ കരുതുന്നു. അമേരിക്കയുടെ വിശ്വസ്തതയെ ഇനി എത്രത്തോളം വിശ്വസിക്കാം എന്ന ചോദ്യം യൂറോപ്യൻ യൂണിയനിൽ സജീവമായി കഴിഞ്ഞു. പോളണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ സൈനിക വിന്യാസം തങ്ങളുടെ സുരക്ഷ ശക്തമാക്കുന്ന ഒന്നാണെങ്കിലും റഷ്യയുമായുള്ള അതിർത്തി പങ്കിടുന്ന രാജ്യമെന്ന നിലയിൽ ഇത് അവരെ വലിയൊരു യുദ്ധത്തിന്റെ മുൻനിരയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അമേരിക്കയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം മണ്ണ് ഒരു യുദ്ധക്കളമാക്കാൻ പോളണ്ട് വിട്ടുകൊടുക്കുകയാണെന്ന വിമർശനം രാജ്യത്തിനകത്തുള്ള പ്രതിപക്ഷ പാർട്ടികളും ഉയർത്തുന്നുണ്ട്. ട്രംപിന്റെ താൽക്കാലിക പിന്തുണയ്ക്ക് വലിയൊരു വില ഭാവിയിൽ നൽകേണ്ടി വരുമെന്ന് അവർ ഭയപ്പെടുന്നു. ആഗോള നയതന്ത്ര രംഗത്ത് വൻതോതിലുള്ള ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമാണ് ട്രംപിന്റെ ഈ പോളണ്ട് പ്രഖ്യാപനം വഴിയൊരുക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ വിദേശ നയം ഇപ്പോൾ നയിക്കപ്പെടുന്നത് ദീർഘവീക്ഷണമുള്ള തന്ത്രങ്ങളാലല്ല, മറിച്ച് പ്രസിഡന്റിന്റെ വ്യക്തിപരമായ സൗഹൃദങ്ങളാലും രാഷ്ട്രീയ താല്പര്യങ്ങളാലുമാണെന്ന വിലയിരുത്തലുകൾക്ക് ഇത് അടിവരയിടുന്നു. ഇത് ലോകശക്തി എന്ന നിലയിലുള്ള അമേരിക്കയുടെ പദവിയെ അന്താരാഷ്ട്ര വേദികളിൽ ദുർബലപ്പെടുത്താൻ മാത്രമേ സഹായിക്കൂ. യൂറോപ്പിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർണ്ണമായും തകിടം മറിയുന്ന ഈ സാഹചര്യത്തിൽ വരും മാസങ്ങളിൽ നാറ്റോ സഖ്യത്തിന്റെ ഭാവി എന്താകുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. ജർമ്മനിയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നത് യൂറോപ്യൻ യൂണിയന്റെ സാമ്പത്തിക ഭദ്രതയെയും ബാധിച്ചേക്കാം. സഖ്യകക്ഷികൾ തമ്മിലുള്ള ഈ പരസ്യമായ പോര് റഷ്യയെ പോലുള്ള വിദേശ ശക്തികൾക്ക് തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ വലിയൊരു അവസരമാണ് നൽകുന്നത്. പോളണ്ടിലേക്ക് 5000 സൈനികരെ അയക്കാനുള്ള ട്രംപിന്റെ തീരുമാനം കേവലം ഒരു സൈനിക നീക്കമല്ല, മറിച്ച് നാറ്റോയുടെ പതനത്തിന് ആക്കം കൂട്ടുന്ന ഒരു വലിയ രാഷ്ട്രീയ ഭൂകമ്പമാണ്. ബെർലിന് നൽകിയ പ്രഹരവും വാർസോയ്ക്ക് നൽകിയ സമ്മാനവും യൂറോപ്പിനെ രണ്ട് തട്ടുകളിലാക്കി മാറ്റിയിരിക്കുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന ഈ ആഗോള രാഷ്ട്രീയ ക്രമത്തിൽ ട്രംപിന്റെ ഈ കടുത്ത നീക്കങ്ങൾ ലോകത്തെ മറ്റൊരു വലിയ ശീതയുദ്ധത്തിലേക്കാണോ അതോ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്കാണോ നയിക്കുകയെന്ന് വരും ദിവസങ്ങളിലെ അന്താരാഷ്ട്ര പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകും.